അനന്തരം യഹോവ മോശയോട് കൽപ്പിച്ചത്, ഈ അബാരീം മലയിൽ കയറി ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന ദേശം നോക്കുക. അത് കണ്ട ശേഷം നിന്റെ സഹോദരനായ അഹരോനെ പോലെ നീയും നിന്റെ ജനത്തോട് ചേരും, അഥവാ നീ മരിക്കുമെന്നാണ്. എബ്രായ ലേഖനം പറയുന്നു, വിശ്വാസത്താൽ അവർ വാഗ്ദത്തം നിവൃത്തി പ്രാപിച്ചു എന്നാണ്. എന്നാൽ മോശ വാഗ്ദത്തം കേട്ടു, വാഗ്ദത്ത ദേശം കണ്ടു, എന്നാൽ വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. നാം അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരാണ്. അനുഗ്രഹം കാണുവാൻ മാത്രമല്ല, അത് അനുഭവിപ്പാൻ കൂടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. വചനം പറയുന്നു, നിന്റെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. അധ്വാന ഫലം കാണുക മാത്രമല്ല, നാം അത് അനുഭവിക്കുകയും വേണം. മോശയെപ്പോലെ പുതിയ നിയമ വിശ്വാസികളായ നാമും ഒരു വാഗ്ദത്ത നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. നാം അത് കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, ആത്മാവിൽ അത് കാണുന്നുണ്ട്. എന്നാൽ അവിടെ എത്തിച്ചേരുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ഭാഗ്യകരമായ അനുഭവം. അവിടെ നമുക്ക് രോഗമില്ല, ദുഃഖമില്ല, സങ്കടമില്ല, കഷ്ടതയില്ല, മുറവിടിയില്ല. നമ്മുടെ കണ്ണിൽ നിന്ന് അവൻ നമ്മുടെ കണ്ണുനീരെല്ലാം തുടയ്ക്കും. ആ അനുഗ്രഹം പ്രാപിപ്പാൻ, അത് അനുഭവിപ്പാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.